ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു RR Vlogs Forever. ബാലവേദ ക്യാമ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടു വിശ്വസിക്കുന്നു. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കണേ. ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇത് ഇവിടെ സെക്കൻഡ് പാർട്ടാണ്. ഈ പാർട്ടിൽ നാരായണ മാഷായിട്ടുള്ള ഞങ്ങൾ കുറച്ച് ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ് നമ്മളിന്ന് പങ്കുവെക്കാൻ പോകുന്നത്. ഞങ്ങൾ കുട്ടികൾക്ക് ഇത്ര വാല്യൂ തരുന്ന ഒരു സംഭവമാണ് ബാലവേദി ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പൊ ഈ ഹാളിൽ ഞങ്ങൾ കുട്ടികൾ മാത്രമേ ഉള്ളൂ. മുതിർന്നവരെല്ലാം വേറെ ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മുടെ കൂടെ മുതിർന്നവരും നിങ്ങളുടെ കൂടെ വന്ന ലൈബ്രറിയുടെ പ്രവർത്തകരും നിങ്ങളുടെ രക്ഷിതാക്കളോ ലൈബ്രറിയൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ അപ്പുറത്തുണ്ടാവും. മെന്റർമാരൊക്കെ പോയതോടെ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മാഷിനോട് സംസാരിക്കാൻ പറ്റി കേട്ടോ. ബാലവേദിയിലെ എന്താ പോയി ബാലവേദി പറഞ്ഞ കുട്ടികളുടെ കുട്ടികൾ കുറെ കുട്ടികൾ ഒന്നിച്ച് എന്തിനാ അവർ കുറെ കുട്ടികൾ ഒന്നിച്ച് വരുമ്പോ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോ ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോ ഒരാളാവും ഉണ്ടാവുക, ചിലപ്പോ രണ്ടാളും മൂന്നാളൊക്കെ അധികം ഉണ്ടാവില്ല ചിലപ്പോ. അപ്പോ വീട്ടില് അങ്ങനെ ഒരുപാട് കുട്ടികൾ ഒന്നിച്ച് കൂടുതലുണ്ടോ? അയലോക്കത്തെ കുട്ടികളൊക്കെ കൂടി എത്ര കുട്ടി കൂടും? 10 കുട്ടികളെങ്കിലും കൂടുതലുണ്ടോ വീട്ടില്? പിന്നെ ഈ ഹാളിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അപ്പുറത്തെ ഹാളിൽ മെന്റേഴ്സിനും ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്കൂളിൽ കൂടുമ്പോ കുട്ടികളൊക്കെ കൂടുമ്പോ നിങ്ങൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കണ കാര്യമൊന്നുമില്ല. നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണ ഒരു കാര്യമുണ്ട്, ഒറ്റ കാര്യമുണ്ട്. വായനശാലയുടെ ബാലവേദിയിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഒറ്റ പുസ്തകങ്ങളോടൊപ്പം കുറച്ച് വിനോദങ്ങളും ആവാം. ഓരോ ദിവസം ഒരു കാര്യം തന്നെ പറഞ്ഞു. എത്ര സമയം വേണം ഇതിന്? ഇന്ന് വൈകുന്നേരം എന്താ പണി? വേറെ എന്തൊക്കെ ചെയ്യാൻ നമുക്ക്? ഇത് ബാലവേദി ക്യാമ്പിൽ വന്ന് ആകെ ഒരു വരി എഴുതാൻ വൈകുന്നേരം വരെ. ഇതൊക്കെ പറഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞ നിർത്തലിന്റെ ഉള്ളിൽ എഴുതുകയാണ്. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാലവേദിക്ക് വരേണ്ടത് കേട്ടോ. ആയിക്കോട്ടെ. പറഞ്ഞോ അടുത്ത ആൾ കൊടുക്കും. എല്ലാവരും കൂടെ വിവിധ കളികൾ കളിക്കാം. നമ്മൾ വായിച്ച ഒരു പുസ്തകത്തിന്റെ ആശയം മറ്റുള്ളവരും പറഞ്ഞോട്ടോ. ഇവിടെയൊക്കെ ഉള്ളവർക്ക് കേൾക്കാനായി പുസ്തകങ്ങൾ വായിക്കാം. കൂട്ടാഴ്ചയുടെ പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ പുസ്തകങ്ങൾ കൊണ്ടുവരുന്ന കളികൾ, ചിത്രം വരയ്ക്കാൻ ചിത്രം വരയ്ക്കാൻ
കുട്ടികളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കാനുള്ള സമയം. കുട്ടികളുടെ കഴിവ് തെളിയിക്കുക. ഒരു വിനോദി. ഒരുപാട് പേർക്ക് വായിക്കാനുള്ള കഴിയണം. ബാലവേദിയിൽ കൂടുതൽ കൂട്ടുകാരുമായി പുസ്തകങ്ങൾ വായിക്കണം. കുട്ടികൾക്ക് വിനോദമായ കാര്യങ്ങൾ എടുക്കാം. ഒരുപാട് അറിവുകളും കളികളും കൂടുതൽ ഉൾപ്പെടുത്താം. പുസ്തകങ്ങൾ വായിക്കേണ്ടതും ഒപ്പം കുട്ടികളുടെ കഴിവുകൾ. കുറേ കുട്ടികൾ എഴുതുന്നതാണ്. എല്ലാവരും കൂടി ടൂർ പോകണം. ഓരോ ദിവസവും പുതിയ കഥാപാത്രങ്ങളും ഫലങ്ങളും പരിചയപ്പെടണം. ചിത്രം വരയ്ക്കാനുള്ള സംവിധാനമുണ്ട്. കുട്ടികളുടെ കഴിവ് തെളിയിക്കാനുള്ള മത്സരം. ഇടയ്ക്കിടയ്ക്ക് വിനോദ പ്രവൃത്തികൾ സംഘടിപ്പിക്കണം. വ്യത്യസ്തമായ കളികൾ വായനശാലയിൽ ഓരോ ആഴ്ചയിലും കുറച്ച് ദിവസങ്ങളിൽ കുട്ടികൾക്ക് ആസ്വദിക്കുന്ന ഒരു കാര്യമെങ്കിലും ചെയ്യുന്നത് പോലെ ഒന്ന് വീട്ടിൽ വായനശാലയിൽ ഒത്തുചേരുക. ആരാണ് കൂടുതൽ വായനക്കുറിപ്പുകൾ കൊണ്ടുവരുന്നത് അവർക്ക് പ്രൈസ് കൊടുക്കണം. കുട്ടികൾക്ക് കുറേ പുസ്തകം കൊണ്ടുവരും. പിന്നെ കുട്ടികൾക്ക് ഗ്രൂപ്പ് വർക്ക് കൊടുക്കണം. ചിത്രം വരയ്ക്കാനുള്ള ഉപകരണങ്ങൾ കളിക്കാൻ പാട്ടുപാടും. കലാകാരികളെ കണ്ടുപിടിക്കും. കൂട്ടുകാരോടൊപ്പം ചിത്രം വരയ്ക്കും. സുംബ ഡാൻസ് കളിക്കാം. അവള് പറഞ്ഞിട്ടുണ്ട്. ഒരു യാത്ര പോകണം. ഉറക്കം പറയും, മനുഷ്യന്മാര് കേൾക്കാനേ. എന്റെ മനസ്സിലുള്ളത് കേൾക്കട്ടെ. വായിച്ചു എല്ലാ കുട്ടികളോടും കൂട്ടുകൊടുക്കണം. വായനയോടൊപ്പം കളിച്ച് രസിക്കാനുള്ള ഉപകരണങ്ങൾ. വായനയോടൊപ്പം കളിച്ച് രസിക്കാൻ കൂടുതൽ വായിക്കണം. കായിക മത്സരം നടത്തണം. എല്ലാവരുടെ കൂടെയും പങ്കെടുക്കണം. അപ്പൊ കൃഷ്ണാസെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഒത്തിരി ഒരു ചെറിയ പണി പിടിക്കും. ഇതില് കൂടുതൽ പേര് എഴുതിയത് നമുക്കൊന്ന് പഠിക്കണം. പുസ്തകം വായിക്കണം, പുസ്തകം വേണമെന്ന് പറഞ്ഞവര് വായനയല്ലാതെ, പറഞ്ഞവര് പറയാത്തവരൊക്കെ വായനയല്ലാതെ, വായനയും എഴുതുകയും അല്ലാതെ, എഴുത്തും വായനയും അല്ലാതെ ബാലവേദിയിൽ നടക്കേണ്ട ഒരു കാര്യം ഒന്നും കൂടി എഴുതും. 86 ആളാണ്. എവിടെ എണ്ണം 1 2 തെറ്റിയിട്ടുണ്ടാവുള്ളൂ, സാറില്ല. നമ്മളിപ്പോ 10 ഗ്രൂപ്പുകളാണ്. എത്ര ഗ്രൂപ്പാവുന്നത്? 10. അപ്പൊ എങ്ങനെയാ 10 ഗ്രൂപ്പാവുക? എങ്ങനെയാ 10 ഗ്രൂപ്പാവുക? എങ്ങനെ ഇവിടെ എങ്ങനെ ഇരുന്നിട്ട് 10 ഗ്രൂപ്പാവുക? എങ്ങനെയുള്ള പണി എന്താ?
ഉണ്ട്. അപ്പൊ ഒന്ന് എണ്ണിയൊരു ഒന്ന് എന്നുള്ളത് ഇതാ ഇവിടേക്ക് സ്റ്റെപ്പിന്റെ അടുത്ത് വട്ടത്തിലേക്ക് ഇരിക്കുക, കസരൊക്കെ വെച്ചിട്ട് ഇരുന്നത് ഒന്നൊക്കെ എണീക്ക്, ഒന്ന് മാത്രം എണീക്ക്, ഒന്ന് എണ്ണിയൊരു പോരെ, കസര ഒന്നും വേണ്ട, അങ്ങോട്ട് പോന്നാൽ മതി. ഞങ്ങളെ 10 ഗ്രൂപ്പുകളായി തരംതിരിച്ചു. ഞാൻ 5ാമത്തെ ഗ്രൂപ്പിലും റൂബി മോൾ 6ാമത്തെ ഗ്രൂപ്പിലുമായിരുന്നു. ഗ്രൂപ്പായിട്ട് പ്രവർത്തനം ചെയ്തപ്പോൾ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഞങ്ങൾക്ക് പുതിയ കൂട്ടുകാരെയും കിട്ടിയിട്ടോ. ഞാൻ പറയുന്ന കാര്യം കേൾക്കാം. വേദിയിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾ എഴുതാനുള്ള ചാർട്ട് പേപ്പറാണ് അത്. ഓരോ ഗ്രൂപ്പുകാരും, ഓരോ ഗ്രൂപ്പിൽ എത്ര ആളുണ്ട്, എന്നിട്ട് 8 പ്രവർത്തനം കണ്ടെത്തിയിട്ട് അത് നിങ്ങളുടെ പുസ്തകത്തിൽ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് എല്ലാവരും കൂടി പറയാൻ പെട്ടെന്ന് ഉണ്ടാവും. അതൊന്നും ഒരാൾ പുസ്തകത്തിൽ എഴുതുക, എഴുതിയിട്ട് അവിടെ സ്കെച്ച് പെന്നും അല്ലെങ്കിൽ മാർക്കർ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് എഴുതാം. 1ാമത്തെ ഗ്രൂപ്പുകാരാണ് ആദ്യം എഴുതുന്നത്, പിന്നെ 2ാമത്തെ ഗ്രൂപ്പാണ്, 3ാമത്തെ ഗ്രൂപ്പാണ്. അങ്ങനെ എഴുതുമ്പോൾ ചെറിയൊരു പണി കൂടി ചെയ്യാനുണ്ട്. 1ാമത്തെ ഗ്രൂപ്പുകാർ ഇപ്പൊ കളിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ 2ാമത്തെ ഗ്രൂപ്പുകാർ എന്ത് ചെയ്യാൻ പാടില്ല, കളിയിൽ എഴുതാൻ പാടില്ല, ബാക്കിയുടെ എഴുതുക. മനസ്സിലായോ? 12:40 എല്ലാ ഗ്രൂപ്പും ഒന്ന് എഴുതി കഴിയും. പറഞ്ഞ പണി തന്നെയാണ്, അതിന്റെ ഇടയ്ക്കാണ് നിങ്ങളെ ഗ്രൂപ്പാക്കിയത്. എഴുത്തും വായന അല്ലാതെ ബാലവേദിയിൽ എന്തൊക്കെ നടത്താം, നിങ്ങൾ ചിലരൊക്കെ പറഞ്ഞു പണി എന്ന് പറഞ്ഞിട്ട് യാത്ര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഗ്രൂപ്പ് കൂടിയിട്ടൊന്ന് ആലോചിച്ച് നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര ആളുണ്ടോ അത്രയും പ്രവർത്തനം എഴുതിയതാണ്. വെറുതെ ഒരു വാക്കൊക്കെ എഴുതുള്ളൂ. അപ്പൊ പട്ടം പറഞ്ഞാൽ ഒരു പണിയാണ്. അങ്ങനെ ഒരു 8ഓ 9ഓ പറഞ്ഞാൽ അധികാരം കുഴപ്പമൊന്നുമില്ല, അത് എഴുതി വെക്കുക. അതെല്ലാവരും കൂടി ആലോചിച്ച് എഴുതാം. അപ്പൊ എളുപ്പമുണ്ട് എഴുതാൻ. ഒറ്റയ്ക്കൊക്കെ എഴുതിയാലുള്ള കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് ആ എഴുതിയ കടലാസ് വിളിച്ച് അവിടെ വന്നിട്ട് അതില് വർക്ക് ഇങ്ങനെ എഴുതുക. അത് ആദ്യം എഴുതേണ്ടത് ഗ്രൂപ്പ് 1 പിന്നെ എഴുതേണ്ടത് ഗ്രൂപ്പ് 2 പിന്നെ എഴുതേണ്ടത് ഗ്രൂപ്പ് 3 അങ്ങനെ അവസാനം ഗ്രൂപ്പ് 10 ആവുമ്പോഴേക്കും തീരും. അങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പ് എഴുതിയ കാര്യങ്ങൾ എഴുതണം. നിങ്ങൾക്കൊരു എളുപ്പപ്പണിയാണ്. കാരണം കളിയിൽ ഒരാളെ എഴുതുന്ന കലോ പാട്ട് പാടുന്ന ഒരാളെ എഴുതുന്നത് പിന്നെ അത് ആദ്യം പാട്ട് പാടുന്ന എഴുതുന്ന കാര്യമില്ല. അതാണ് ചെയ്യേണ്ട പണി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഞങ്ങൾ ഓരോരുത്തരും തല പുകച്ച് കണ്ടുപിടിച്ച പോയിന്റ്സ് എല്ലാം ചാർട്ടിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം കുറച്ച് മടിയൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ ഞങ്ങൾക്കത് ഇഷ്ടമായി. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മനസ്സിൽ വന്നൊക്കെ ചറ പറയാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞതും അടുത്തൊരു പണി ഞങ്ങൾക്ക് നാരായണ മാഷ് തന്നു. എല്ലാ ഗ്രൂപ്പിലും ഒരു കഥയിലെയോ ഒരു ഗ്രൂപ്പിൽ ഒരു കവിതയാണ് നോക്കുന്നത്. ഒരു ഭാഗം തന്നിട്ടുണ്ട്, അത് വായിക്കാൻ എല്ലാവരും അത് വായിക്കും. എല്ലാവരുടെയും വായന കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് പറഞ്ഞതെന്താണെന്ന് ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് അടുത്ത പണി എന്താണെന്ന് പറയും. അതിന് പണി പറഞ്ഞാൽ നിങ്ങളുടെ വായന നടത്തുന്നത്. അപ്പൊ അത് എല്ലാവരും വായിക്കും. ഗ്രൂപ്പിലെ മുഴുവൻ പേരും വായിക്കണം. 3 കോപ്പി തന്നിട്ടുണ്ട്. കൈമാറി വായിക്കാനാണ് 3 കോപ്പി തന്നത്. ഒരു കോപ്പി വായിക്കുമ്പോൾ 10 കോപ്പി വായിക്കാൻ പറ്റും.
അതിൽ ഒരുപാട് എഴുത്തൊന്നും ഉണ്ടാവില്ല, പലരും ചിത്രകഥയൊക്കെയാണ്. 2-3 വാക്യങ്ങളുള്ള ഉണ്ട്, കുറച്ചധികം എഴുതിയിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ടുണ്ടെന്ന് തോന്നിയ ആരെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പുകാരുണ്ടോ? ആ കഥ മുഴുവനായി, ചിത്രകഥ മുഴുവനായി കഥയുടെ അല്ലെങ്കിൽ ചിത്രകഥയുടെ ആദ്യത്തെ പേജ് മാത്രമാണ്, തുടക്കം മാത്രമാണ്, ബാക്കി അതിലില്ല. അതെങ്കിലും മനസ്സിലാവണം വായിക്കുമ്പോൾ. ഇനിയും എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ വന്നിരുന്നാലും അതിന് കാര്യം ഒരു രണ്ട് സുഹൃത്തുക്കൾ കൂടി ഇങ്ങനെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ 2ാമത് പറഞ്ഞു അപ്പം കേട്ടോളി. അത് അതേപോലെ ജാതകത്തിൽ 2ാമത് പറഞ്ഞു ചെയ്യുന്ന പണി ഒന്നോട്ടെ. നമ്മളിപ്പോ ഒരു കഥ ഇങ്ങനെ പറഞ്ഞിട്ട് തോന്നു മാത്രമല്ല നമുക്ക് എന്താ ഉണ്ടായെന്നൊന്ന് സങ്കല്പിക്കാൻ പറ്റും. എല്ലാവരും ഒരുപോലെ സങ്കല്പിക്കാം. ഇപ്പോ നിങ്ങൾക്ക് അറിയണ ഏതെങ്കിലും ഒരു നല്ലോണം അറിയണ ഏതെങ്കിലും ഒരു കഥ പറയൂ. ഇപ്പൊ നമുക്ക് കാക്ക വെള്ളം കുടിക്കാൻ വന്നതിന്റെ കഥ അവിടെ പോയി വന്നിട്ട് തിന്നാ മതിയോ? അങ്ങനെ ചിങ്ങോട്ട് അമ്മയ്ക്കൊന്നും കാണാലോ. പിന്നെന്തായി? ആ കഥ നമുക്ക് അറിയൂ. അതുകൊണ്ട് നമുക്ക് ആ കഥ പൂരിപ്പിക്കാം. പക്ഷെ അങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ കഥ? അതൊരാൾ അങ്ങനെ എഴുതി വെച്ചു, അപ്പൊ നമ്മളാണ് ഒരു വായിച്ചു, വേറെ ആൾക്ക് വേറെ തരത്തിൽ എഴുതിക്കൂടെ? അപ്പൊ അതേപോലെയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു അത് വേണം, ഇതിലെ തന്നാൽ ഒരെണ്ണം തന്നാൽ ഒരു ഷീറ്റിന് തന്നാൽ രൂപണ്ടാവും, ഒരു ഗ്രൂപ്പിന്റെ രൂപണ്ടാവും. ആ കിട്ടട്ടെ എളുപ്പമാണ്, അത്ര എളുപ്പമുണ്ടാവില്ല ചെയ്യാൻ. എന്നാലും നിങ്ങൾക്ക് പറ്റണ വഴിയാണ്. അതുകൊണ്ട് വേഗം ഒഴുകിക്കോളിൽ. നമ്മളൊരു 20 മിനിറ്റ് ഇപ്പൊ നമ്മളൊരു വളരെ കഴിഞ്ഞ് വന്ന് കുറച്ചേക്കുള്ളൂ. അപ്പൊ ഒരു 18 മുതൽ 20 മിനിറ്റ് വരെ ആലോചിക്കും എങ്ങനെ ഈ കഥയിൽ മുന്നിലേക്ക് കൊണ്ടുപോവാ, എന്താണ് സംഭവിക്കുക, ഇത് വേറെ പല കഥാപാത്രങ്ങൾ തോന്നണോ, ഇതാരെങ്കിലും വായിച്ചു പോണേ. ഇതെല്ലാം യൂണിക്കേറ്റ് വന്നതാണ്. ഞങ്ങൾക്ക് കിട്ടിയ അതേ വർക്ക് തന്നെയാണ് അപ്പുറത്തെ ഹാളിൽ നിന്ന് മെൻറ്റേഴ്സ് ചെയ്യുന്നത്. നാരായണ മാഷ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. എല്ലാവർക്കും ഒരേ വർക്ക് തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ അഭിനയിക്കാനുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നതിനിടയിൽ ലഞ്ച് ബ്രേക്കായി. വിശന്നിരിക്കുന്നു. ഇനി ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി.
പപ്പടം മേടിച്ചു. പപ്പടം വേണ്ടേ? പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സ്റ്റേ ട്യൂൺ. ബൈ.